നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നത് നിർത്തൂ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഒരു ചെറിയ കടുക് കൊണ്ട് 6 അടിപൊളി ടിപ്പുകൾ. അവസാനത്തെ ടിപ്പ് അതാണ് ഇന്നത്തെ വീഡിയോയിലെ ഹീറോ. മുടിക്ക് സ്വാഭാവിക തിളക്കവും നല്ല ലുക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്ന ഒരു ഹെയർ പാക്ക്. അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ അതിനു മുമ്പ് വീട്ടിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന 5 കിടിലൻ ടിപ്പുകളും കൂടി ഞാൻ കാണിച്ചു തരാം. അവസാനം വരെ കൂടെ ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും വിനയാസ് വേഡിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഇടികല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കടുക് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പം നല്ലതുപോലെ പൗഡർ ആക്കുകയൊന്നും വേണ്ട, കുറച്ച് തരിതരിപ്പായിട്ടൊക്കെ ഉള്ള രീതിക്ക് പൊടിച്ചെടുത്താൽ മതിയേ. വൈകുന്നേരം 6 മണിയായാലും നമ്മുടെ വീട്ടിലേക്ക് ആദ്യം വരുന്ന അതിഥി ആരാണെന്നറിയാമോ? ബന്ധുക്കളൊന്നുമല്ല, കൊതുക് അല്ലേ. ക്ഷണം പോലും വേണ്ട. കൊതുക് കടിച്ചാൽ പിന്നെ ഉറങ്ങാനും പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ഒരു ടിപ്പ് നാച്ചുറലായിട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഈ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോകുന്നത് അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. ഇനി ഈ കടുക് പൊടിച്ചതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റും കൂടെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഞെരട്ടി കൊടുത്ത് ആ ടാബ്ലറ്റ് നല്ലപോലെ പൊടിഞ്ഞു കിട്ടിക്കോളും. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു മിക്സ് നമ്മളിതുപോലൊരു മൺചിരാതിലൊന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് അമുക്കി ഒന്ന് വെച്ച് കൊടുക്കണേ. ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പം ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കത്തിക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ഒന്ന് കത്തി വരും, അതിനുശേഷം നമുക്കതുകൊണ്ട് തീ ഒന്ന് കെടുത്താം. അപ്പോൾ ഇതുപോലെ ഒരു പുക വരും കേട്ടോ. ഈ പുകയ്ക്ക് നല്ല അടിപൊളി സ്മെല്ലാണേ. അപ്പോൾ ഈ പുക കണ്ടാൽ കൊതുക് പോലും പറയും, അയ്യോ ഇന്ന് ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, അടുത്ത വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൊതുക് പോകും. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, വായുസഞ്ചാരമൊക്കെ ഈ പുക ഇങ്ങനെ വന്ന് റൂമിൽ തിങ്ങി നിറയാൻ പാടില്ല. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ കെമിക്കലുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും ഒത്തിരി നല്ലതാണ് ഈ ഒരു സ്മെല്ല്. അതായത് കർപ്പൂരം, നമ്മുടെ കടുക്, അതുപോലെ തന്നെ കോഫി പൗഡർ. ഈ കോഫി പൗഡറിൻ്റെ സ്മെല്ലൊന്നും കൊതുകിന് ഒട്ടും പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും റൂമിലുള്ള കൊതുകുകളെല്ലാം എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്നും എന്തായാലും പുറത്തു പോകും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചൊന്ന് ചൂടാകുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരണം കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചുമ്മാ ഇങ്ങനെ കടുകൊന്ന് വറുത്തെടുത്താൽ മതി. അത് ചൂടാകുമ്പോഴത്തേനും പൊട്ടാനായിട്ട് തുടങ്ങുമല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, ആ പൊട്ടൽ മുഴുവനും നിന്ന് കഴിഞ്ഞ് കഴിയുമ്പം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ തണ്ടായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇത് നമ്മൾ 1 ഗ്ലാസ് അല്ലേ ഒഴിച്ചത്, അത് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വീട്ടിൽ ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയിരുന്നത് ഹോസ്പിറ്റലിലേക്കല്ല, അടുക്കളയിലേക്കാണ് ഓടിയിരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, ഒരു പണ്ട് കാലത്തെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടുവൈദ്യമാണിത്. അതായത് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടായാൽ, വയറ്റിളക്കം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ്. ഇതുപോലെ കടുകും പിന്നെ കുറച്ച് കറിവേപ്പില ഇങ്ങനെ എടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ടിത് അരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആ കറിവേപ്പില ഇങ്ങോട്ടൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ചെടുത്ത ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കുക. കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, ലൂസ് മോഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ഇത് നിങ്ങളുടെ അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊന്ന് ചോദിക്കണം കേട്ടോ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി ഇതുപോലെ ഒരുപാട് ഇങ്ങനെ അടിക്ക് കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ നമ്മൾ എത്ര കഴുകിയാലും ചിലപ്പോൾ ഇങ്ങനെ കരിയൊന്നും പോയെന്ന് വരത്തില്ല. ഇത് ഓൾറെഡി ഞാൻ ബീഫ് ഉലർത്തിയ പാത്രമായിരുന്നു. ഇത് ഓൾറെഡി ഞാൻ കഴുകിയതാണ്. എന്നിട്ടും ആ ഒരു കറ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ടിട്ട് കളയാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായ ശേഷം ഞാൻ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുക് ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് വരട്ടെ. ഇങ്ങനെ തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുക്കുന്ന ആ ഒരു സമയം മാത്രം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്ത്
നമ്മൾ ഇതുപോലെ ഞാനിങ്ങനെ ചെറിയൊരു സ്ക്രബ്ബർ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ആ ഒരു കറ ഇളകി വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയാലൊന്നും ഇത് പോകത്തില്ല. എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ആ ഒരു കറ ചിലരുടെ വീട്ടിൽ ഇതുപോലെ കറിയൊക്കെ വയ്ക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കറുത്തിരിക്കുന്നുണ്ടാവും കറ പിടിച്ചിട്ട്. അപ്പം അത് കഴുകിയാൽ പോകുന്നില്ല അത്ര തന്നെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കഴുകിയെടുക്കുകയാണെങ്കിലുണ്ടല്ലോ, നോക്കി ആ ചെളിയെല്ലാം അഴുക്കെല്ലാം ഇളകി വരുന്നത് കണ്ട. ഇങ്ങനെ ഇത് കണ്ട വെള്ളം കൂട്ടിയിട്ട്, വെള്ളം കളയേണ്ടത് കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചതിന് ശേഷം പിന്നെ ഞാനതൊന്ന് കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത്രത്തോളം പോയിട്ടുണ്ട്. എന്നാലും അവിടെയൊക്കെ ഒരു യെല്ലോ കളറൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കാം. നോക്കിയേ, അടിപൊളിയായിട്ട് എല്ലാം ഇളകി വന്നു. ഉണ്ട്, ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നതാണിത്. നോക്കിക്കുക, നല്ലപോലെ വൃത്തിയായിട്ടില്ലേ നോക്കിയാൽ. മഞ്ഞക്കറി ഒന്നും അങ്ങനെ ഇല്ല അല്ലേ. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ എന്ത് കറി വെച്ചാലും അതിനെല്ലാം കടുക് താളിച്ച് ചേർക്കുന്ന ഒരു രീതിയുണ്ടല്ലേ. എല്ലാവരുടെയും വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. ഈ കടുക് വെറുതെ ഇങ്ങനെ താളിച്ച് ചേർക്കുന്നതല്ല, അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട്. ഒന്നാമതായിട്ട് ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു. ഉമ്മിനീര് ഉൽപ്പാദനം കൂട്ടിയിട്ട് ഗ്യാസും ദഹനക്കേടും ഒക്കെ മാറുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് പോഷകങ്ങൾ നൽകുന്നുണ്ട് ഇങ്ങനെ കടുക് പൊട്ടിച്ച് ചേർക്കുന്നത്. കാൽസ്യം, മഗ്നീഷ്യം എന്നിവ ശരീരത്തിന് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുമൂലം സാധിക്കും. അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടും. കടുകിലെ സെലിനിയം ശരീരത്തിലെ നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കും. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കറികൾ പെട്ടെന്ന് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ രുചിയും മണവും. കടുകൊക്കെ പൊട്ടിക്കുന്ന അല്ലെങ്കിൽ കടുക് താളിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് എന്തൊരു സ്മെല്ലായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് അയലക്കത്തെ വീട്ടിൽ പൊട്ടിച്ചാൽ നമ്മുടെ വീട്ടിലായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ല് അറിയുന്നത് അല്ലേ. അപ്പം കറികൾക്ക് മികച്ച സുഗന്ധവും അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചിയും നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം നിങ്ങൾ ഈ കടുക് പൊട്ടിക്കുന്നത് വെറുതെയാണെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ അതിന് അങ്ങനെ അങ്ങ് പൊട്ടിക്കുന്നു എന്ന് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പുറകിൽ ഇങ്ങനെ ചില ആരോഗ്യ ഗുണങ്ങൾ കൂടിയുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ മിക്സിയുടെ ജാറിലൊക്കെ നമ്മൾ എന്തെങ്കിലും സ്മെല്ല് കൂടുതലുള്ളതൊക്കെ നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ അങ്ങനെ കഴുകിയാലൊന്നും ആ സ്മെല്ല് പോകത്തില്ല. എന്നിട്ട് നമ്മൾ മിക്സി നന്നായിട്ട് കഴുകി ഉണങ്ങി വെച്ചില്ലെങ്കിലും ഒരു ബാഡ് സ്മെല്ലൊക്കെ മിക്സിയിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ മിക്സിയുടെ ബ്ലേഡിൻ്റെ അടിയിലൊക്കെ നമ്മൾ ആദ്യം അരച്ച എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ട് ഒരു ദുർഗന്ധമൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇതുപോലെ നമുക്കതൊന്ന് അരഞ്ഞു കിട്ടും. ഇനി നമ്മളിത് കഴുകിയെടുക്കുകയാണെങ്കിലുണ്ടല്ലോ എന്താ പറയുക, ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ മിക്സിയിലൊക്കെ ഇങ്ങനെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് ഇതുപോലൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഒരു സുഗന്ധം ലഭിക്കും. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് ഒന്ന് ഇതുപോലെ തെരുതെരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കിത് ബോളായിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം, ഒരുപാട് ലൂസായിട്ട് പോകരുത്. എന്നിട്ട് ഇതുകൊണ്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പം ഈ ഒരു ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പല്ലി സാധാരണ വന്നിരിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ബോൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി സമയത്തൊക്കെ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തു വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാത്രിയിൽ അടുക്കളയിലൊന്നും ആരും ഇല്ലാത്ത സമയത്തായിരിക്കും പല്ലിയൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലിയുടെ വയറിൽ അസിഡിറ്റി ഉണ്ടായിട്ട് പല്ലി നശിച്ചു പോകും. അങ്ങനെ നമുക്ക് കൂട്ടത്തോടെ പല്ലി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ വീട്ടിൽ നിന്നും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ്. ഈ ഒരു ടിപ്പ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. ചെറിയൊരു ബൗളിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഒരു ഓവർ നൈറ്റ് ഇത് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. വെള്ളമൊന്നും ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. നമുക്കിതൊരു കട്ട പേസ്റ്റായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതേ ഞാൻ അരച്ചെടുത്തുകൊണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ മുടിയിഴകളിലും തലയോട്ടിയിലും ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടേ കൊടുക്കുക. നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് സാറ്റർഡേ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സൺഡേയിലൊക്കെ ചെയ്യാവുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണിത്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയതിന് ശേഷം തന്നെ ഒരുപാട് സമയമൊന്നും നമുക്കിത് വെച്ചിരിക്കേണ്ട. ചിലർക്ക് ഇത് കടുക് ഇച്ചിരി ചൂടായതുകൊണ്ട് തന്നെ ചിലർക്ക് ആ രീതിക്കുള്ള അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. ഷാമ്പൂ ഒന്നും ഇതിലേക്ക് ഒരാവശ്യവും. അപ്പോൾ നന്നായിട്ട് ഒലച്ച് മുടി വെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മുടി കിടക്കുന്നതായിരിക്കും. ഈ മുടി ഇങ്ങനെ ഈ പായ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ മുടി സമൃദ്ധിയായിട്ട് വളരും, മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കം ലഭിക്കും, മുടി ഇഴകൾക്ക് കരുത്ത് ലഭിക്കും. അതുപോലെ തലയോട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ്. പിന്നെ മുടിയുടെ വരൾച്ച കുറച്ച് മൃദുത്വം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മുടി പൊട്ടിപ്പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മുടി കൂടുതൽ ആരോഗ്യകരമായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇടയാകും. അപ്പം ഈ ഒരു മാസ്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.